അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 5ാം ക്ലാസ്സിലെ ഫിഖ് ഒന്നാം ഭാഗത്തിലെ 4ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്ത്. സ്വഈദൻ തയ്യിബ, തയമ്മുമിന്റെ ഭാഗല്ലേ. അപ്പൊ ആ പാഠത്തിന്റെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നുജീബു, ഉത്തരം എഴുതാം. 1. തയമ്മുമിന്റെ ഫർളുകൾ ഏവ? 1. മണ്ണടിച്ചെടുക്കുക. 2. മണ്ണടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 3. മുഖം തടവുക. 4. 2 കൈകൾ തടവുക. 5. ക്രമപ്രകാരം ചെയ്യുക. 2. വുളുഉം തയമ്മുമും കൂടി ചെയ്യേണ്ടത് ആര്? ഒരാള് നിസ്കരിക്കണമെങ്കിൽ വുളുഉം ചെയ്യണം, തയമ്മും ചെയ്യണം. അതാരാണ്? വുളുഇന്റെ അവയവത്തിൽ വെള്ളം നനക്കാൻ പറ്റാത്ത രീതിയിൽ മുറിവോ ബാൻഡേജോ ഉണ്ടായവൻ. വുളുഇന്റെ അവയവത്തിലാവുമ്പോ അവിടെ വെള്ളവും ചേരൂല, പിന്നെ തയമ്മിന് മണ്ണും ഫുള്ളാവൂല. അപ്പൊ എന്ത് ചെയ്യണം? അവന് വുളുവും ചെയ്യണം, പിന്നെ ആ വുളുവിന്റെ അവയവത്തിൽ മുറിവുണ്ടായത് കൊണ്ട് തയമ്മും ചെയ്യണം. 3. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും എങ്ങനെയെല്ലാം? വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും എങ്ങനെയെല്ലാം? വെള്ളം ഇല്ലാതിരിക്കൽ കൊണ്ട്. വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ രോഗമോ മറ്റോ കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കൽ കൊണ്ടോ. 2 രൂപത്ത് വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയാം. വെള്ളമില്ലെങ്കിലും പറയാം, വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും പറയാം. 4. തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ആൻസർ 2 തവണ മണ്ണടിച്ചെടുക്കണം. 3. 5. തയമ്മുമിന്റെ നിയ്യത്ത് എഴുതുക. ഇതാണ് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. 6. വുളുഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. അപ്പൊ കയ്യമ്മലാണ് മുറിവുള്ളത് വെച്ചാല് ആദ്യം മോൻ കഴിയുക, അത് സുന്നത്തൊക്കെ ചെയ്ത് മോൻ കഴുകുക, എന്നിട്ട് പിന്നെ തയമ്മും ചെയ്യുക. എപ്പോഴാണോ ആ മുറിവുള്ള അവയവം കഴുകേണ്ടി വരുന്നത് അപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്. 6. ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? ഒറ്റ ഒന്ന്. ഒരു ഫർള് നിസ്കരിക്കാൻ പറ്റുള്ളൂ, 1. 8. ഒരു തയമ്മും കൊണ്ട് എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം? എത്ര റക്അത്ത് നിസ്കരിക്കാം? സുന്നത്തിന് യാതൊരു പരിധിയുമില്ല. 9. തയമ്മും ചെയ്യാനുള്ള മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധമായ പൊടിമണ്ണായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം, പൊടിയായിരിക്കണം. ശുദ്ധമായ പൊടിമണ്ണായിരിക്കണം. ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ദാശും തടവണം, 2 കൈകളും. പിന്നെ തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ ദാസ് നീക്കണം, നജസ് നീക്കണം. വെള്ളം ഉപയോഗിക്കാൻ ദാസ് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമാകൂ. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തവന് മാത്രമേ തയമ്മും ചെയ്യാൻ അനുവദനീയമാകുള്ളൂ. വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തയമ്മും ചെയ്യാൻ പറ്റില്ല. തയമ്മുമിന് 5 ഫർളുകൾ ഉണ്ട്. തയമ്മുമിന് ദാഷ് ഫർളുകൾ ഉണ്ട്, 5. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ദാസ് എന്ന് നിയ്യത്ത് ചെയ്യുക. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. നെക്കുത്തുബു, നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുമക്കളുടെ എഴുത്തൊക്കെ ശരിയാകാനാണ് കോപ്പിയിൽ എഴുതുന്ന പോലെ വൃത്തിയിൽ നോക്കിയിട്ട് അക്ഷരങ്ങൾ തെറ്റാണ്ട് പുസ്തകത്തിൽ നോക്കി വൃത്തിയിൽ സാവകാശം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പിന്നെ തഹ്സീസ, തയമ്മും ചെയ്ത് കാണിക്കുക.
അതിന് നിങ്ങൾക്ക് തയമം ചെയ്യുന്ന രൂപം ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ഇടും, ഒരു ലിങ്ക് ഇടും. ആ ലിങ്ക് തുറന്നാൽ തയമമിന്റെ രൂപം കാണാൻ കഴിയും. 7 മക്തുബുൽ മസ്അല. മസ്അല ഇതാണ്. എന്താ മസ്അല? ശരീരത്തിൽ വെള്ളം തൊട്ടാൽ രോഗമുണ്ടാകുമെന്ന് വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞു. നിസ്കരിക്കാൻ എന്ത് ചെയ്യണം? നല്ലൊരു വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞു, വെള്ളം തൊട്ടാൽ, കയ്യിൽ വെള്ളം തൊട്ടാൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്ത് ചെയ്യും? തയമ്മം ചെയ്ത് നിസ്കരിക്കണം. അവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്, തയമ്മം നിസ്കരിക്കണം. 2 കയ്യിന്മേൽ നനക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ എങ്ങനെ ശുദ്ധി വരുത്തണം? മുഖത്തല്ല, കയ്യിന്മേലാണ്. അപ്പൊ എന്താ ചെയ്യാ? സാധാരണ വുളൂ ചെയ്യും പോലെ നിയ്യത്ത് ചെയ്ത് മുഖം കഴുകുക. ശേഷം കയ്യിൽ നിന്ന് കഴുകാൻ സാധിക്കുന്ന ഭാഗം കഴുകുക. നനക്കാൻ പാടില്ലാത്ത ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്യുക. ശേഷം വുളൂ പൂർത്തിയാക്കുക. മനസ്സിലായില്ലേ? വായിച്ചോക്കിനും മനസ്സിലാവും. 3 കുളിക്കു പകരം തയമ്മം ചെയ്യുന്നവൻ എത്ര തയമ്മം ചെയ്യണം? കുളിക്കുക, ശരീരം മുഴുവൻ കഴുകണ്ടേ? കുളിക്കു പകരം തയമ്മം ചെയ്യാൻ എത്ര തയമ്മം ചെയ്യണം? 1 തയമ്മം ചെയ്താൽ മതി. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ തൗഫീഖാണ്. ഇൽമിന്റെ വഴിയിലേക്ക് ഞങ്ങളെ തിരിച്ചല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹു. അവരെ എല്ലാ അസുഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹു. കളങ്ങളൊക്കെ ഊട്ടിക്കൊടുക്കണേ അല്ലാഹു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല തൗഫീഖ് തരണേ അല്ലാഹ്. നല്ല ഓർമ്മയും ബുദ്ധിശക്തിയും തരണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീന് തനതായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കാൻ തുണ കൂട്ടണേ അല്ലാഹ്. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.